ലാബ് 6 സെറ്റപ്പ് വയേർഡ് ലാൻ വിത്ത് മോർ ദാൻ 2 സിസ്റ്റം. അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടർ വേണം, പിന്നെ 1-2 ക്ലയൻറ്റ് കമ്പ്യൂട്ടർ വേണം, പിന്നെ ഒരു സ്വിച്ച് വേണം, പിന്നെ എതർനെറ്റ് കേബിൾസും. ഇനി ഫസ്റ്റ് നമ്മളെ കയ്യിലുള്ള എതർനെറ്റ് കേബിളിൻ്റെ ഒരു എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ CPU-ൻ്റെ പോർട്ടിൽ കണക്ട് ചെയ്യുക, മറ്റേ എൻ്റെ സ്വിച്ചിൻ്റെ പോർട്ടിൽ കണക്ട് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിനും എതർനെറ്റ് കേബിൾ ഈ സ്വിച്ചിലേക്ക് തന്നെ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മളെ ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ പോയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എന്ന് സെർച്ച് ചെയ്തിട്ട് അതെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഹോസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ IP കോൺഫിഗ് എന്ന് ടെക്സ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ ഹോസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് കിട്ടി 169.254.58.246. ഇനി നമ്മളെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ പോവുക. അതിൽ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് അതിൽ പിങ് എന്ന് ടെക്സ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സ്പേസ് കിട്ടിയതിന് ശേഷം നമുക്ക് ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ IP അഡ്രസ്സ് ഇവിടെ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് പിങ് സ്പേസ് 169.254.58.246 എന്ന് എഴുതിയതിന് ശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കത് പ്രോസസ്സായി കിട്ടും. ഫെയിൽഡ് ആവാതെ തന്നെ പ്രോസസ്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൻ്റെ IP കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ IP കോൺഫിഗ് എന്ന് ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഈ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൻ്റെ IP കിട്ടും. നമ്മളെ ഹോസ്റ്റ് കമ്പ്യൂട്ടർക്ക് തന്നെ തിരിച്ചു പോവുക. എന്നിട്ട് അതിൽ നമ്മൾ റണ്ണെന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ റണ്ണെന്ന് കണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആ റണ്ണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബോക്സ് വരും. അതിൽ നമ്മൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓക്കെ അടിക്കുമ്പോൾ കണ്ട് നമുക്ക് പുതിയ ഒരു ഫോൾഡർ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.